അവളുടെ കഴുത്തിൽ ആ പൂമാല ചാർത്തിക്കൊണ്ട് അവൻ അകന്നു നിന്നു. ഇനി കുട്ടി മാല ചാർത്തിക്കോളൂ. പൂജാരി പറയുന്ന കേട്ട് ഭദ്ര നിറകണ്ണുകൾ മെല്ലെ തുറന്നു. ആദ്യം കണ്ടത് വിലങ്ങുവെച്ച ഒരു കൈ മാത്രമായിരുന്നു. ഭദ്ര ഞെട്ടലോടെയും സംശയത്തോടെയും മുഖമുയർത്തി. നിറച്ചിരിയുമായി അനന്തൻ. ഭദ്ര സന്തോഷം കൊണ്ട് കരഞ്ഞു പോയിരുന്നു. അവൾ വായ് പൊത്തിപ്പിടിച്ച് കരഞ്ഞു. അനന്തൻ അവളുടെ കയ്യിൽ പിടിച്ച് കണ്ണുനീർ തുടച്ചു മാറ്റി. എന്നാൽ അവളുടെ വിതുമ്പൽ നിന്നില്ല. ഭദ്രയ്ക്ക് അത്രയ്ക്ക് സന്തോഷം തോന്നിയിരുന്നു. മനമുരുകി പ്രാർത്ഥിച്ചതാണ് മഹാദേവനോട്. അനന്തൻ ചിരിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കി നിന്നു. ഭദ്രേ, എനിക്കധികം സമയമില്ല. അനന്തൻ അവളുടെ കരച്ചിൽ കണ്ട് ചിരിയോടെ പറഞ്ഞതും ഭദ്ര പൂജാരിയിൽ നിന്ന് മാല വാങ്ങി. അനന്തനെ നോക്കി. അവൻ്റെ കണ്ണുകളും നിറഞ്ഞിട്ടുണ്ട്. അത് ചിരിച്ചു മറിക്കുന്നുണ്ട്. എന്നാൽ അവളുടെ കരച്ചിൽ അടങ്ങിയില്ല. അത് ഏങ്ങലടിയായി. അനന്തൻ കുനിഞ്ഞു നിന്നു. ഭദ്ര അനന്തന് മാല ചാർത്തി. അവൾ നിറകണ്ണുകളോടെ അവനെ തന്നെ നോക്കി നിന്നുപോയി. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൾ ദേവിനെ നോക്കി. അവന് നേരെ കണ്ണീരോടെ കൈകൂപ്പി. ദേവ് വരുത്തിച്ച ചിരിയോടെ അവളെ നോക്കി. അനന്തൻ അവനെ പുച്ഛത്തോടെ നോക്കി. അനന്ത, സമയമായി. രവി കുറച്ചകലെ നിന്നുകൊണ്ട് ഉറക്കെ പറഞ്ഞു. പോട്ടെ. അനന്തൻ ഭദ്രയോട് തലയാട്ടി. അവളുടെ മുഖം പെട്ടെന്ന് മങ്ങിയിരുന്നു. കരച്ചിൽ മാറിയെങ്കിലും അനന്തൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ അവളുടെ ഹൃദയം പിടഞ്ഞു. അനന്തൻ അമ്പലത്തിന് പുറത്തേക്ക് നടന്നു. പടികൾ ഇറങ്ങുമ്പോൾ പാടത്തെ വഴിയിൽ പോലീസ് ജീപ്പ് ഉണ്ടായിരുന്നു. പുതിയ എസ് ഐ വിമൽ അനന്തൻ ഇറങ്ങി വരുന്ന കണ്ട് പുഞ്ചിരിച്ചു. അപ്പോഴേക്കും എല്ലാവരും പടികളിലേക്ക് വന്നു. ഏറ്റവും മുകളിലെ പടിയിൽ നിന്ന് ഭദ്ര അനന്തനെ വേദനയോടെ നോക്കി. കാര്യം എന്താണെന്നറിയാതെ അവളെ എല്ലാതും സംശയത്തോടെയാണ് നോക്കിക്കണ്ടത്. മനോജിനെ ഇടിച്ചതിനായിരിക്കുമെന്ന് അവൾ കരുതി. കൂടെ ഇറങ്ങി വന്ന രവി അനന്തന് രണ്ടു കൈയിലും വിലങ്ങ് വെച്ചു. ജീപ്പിൽ കയറാൻ നിന്ന അനന്തൻ ഭദ്രയെ കണ്ട് കയറാതെ നിന്നു. അവൻ ഭദ്രയെ അടുത്തേക്ക് വിളിച്ചു. വിമലും രവിയുമെല്ലാം എന്താണെന്നറിയാതെ പരസ്പരം നോക്കി. ഭദ്ര എല്ലാവരെയും വകഞ്ഞു മാറ്റി അവൻ്റെ അരികിലേക്ക് നടന്നു. അവൻ്റെ അടുത്തെത്തിയതും അവൾ എന്തെന്നറിയാതെ അവൻ നോക്കി നിന്നു. അനന്തൻ എല്ലാവരെയും നോക്കി, പിന്നെ ഭദ്രയെയും. അവൻ ഭദ്രയുടെ അടുത്തേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നു. വിലങ്ങു വെച്ച കൈകൾ കൊണ്ട് ഭദ്രയുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ഭദ്ര പകച്ചുപോയിരുന്നു. എന്നാലും അവൾ കണ്ണടച്ചുകൊണ്ട് ആ ചുംബനം സ്വീകരിച്ചു. അടച്ചുപിടിച്ച കണ്ണിൽ നിന്നും കവിളിനെ തഴുകിക്കൊണ്ട് കണ്ണീർ പലപ്പോഴും ഒഴുകി. അവൻ വേഗം കൈയെടുത്ത് അവളെ നോക്കി. പുറകിൽ നിന്ന് പ്രായമായവരുടെ മുറുമുറുപ്പും ചെറുപ്പക്കാരുടെ കൂകിവിളികളും വിസിലടികളും കേൾക്കാം. വിമലും രവിയും ചിരിയോടെ തലതാഴ്ത്തി. ഞാൻ വരാൻ ചിലപ്പോൾ 2-3 ദിവസം എടുക്കും. അനന്തൻ അതും പറഞ്ഞ് തലയാട്ടി ജീപ്പിൽ കയറി. ഡോ, തനിക്ക് ശരിക്കും ഭ്രാന്തുണ്ടോ? വിമൽ ചോദിച്ചു. അനന്തൻ ചിരിച്ചുകൊണ്ട് തലതാഴ്ത്തി. ഭദ്ര ചിരിക്കുന്നുണ്ടെങ്കിലും കണ്ണുകൾ നിറഞ്ഞ് ഒഴുകിയിരുന്നു. അനന്തൻ ചിരിച്ചുകൊണ്ട് മുകളിലെ പടികളിലേക്ക് നോക്കി. അവിടെ ദേഷ്യം കൊണ്ട് ചുവന്ന മുഖവുമായി ദേവ് നിൽപ്പുണ്ടായിരുന്നു. അനന്തന്റെ ചുണ്ടിൽ പുച്ഛത്തോടെ ഒരു ചിരി വിരിഞ്ഞു. ദേവ് കൈ ചുരുട്ടിപ്പിടിച്ച് തുടയിലിടിച്ചു. ജീപ്പ് അകലുന്നതനുസരിച്ച് ഭദ്രയുടെ ഹൃദയം പിടഞ്ഞുപോയിരുന്നു. ആനന്ദേട്ടൻ എന്തിനാ പോലീസ് പിടിച്ചത്? ഭദ്ര ചോദിച്ചു. അത് മനോജിനെ തല്ലിയതിന്. കൂടെ വന്ന സത്യയുടെയും ശങ്കരന്റെയും കൂടെ കാറിൽ തിരിച്ചു വരുമ്പോൾ എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി അവൾക്ക്. മെതിലൂടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് ആരും കാണാതിരിക്കാൻ അവൾ നന്നേ പാടുപെട്ടു. അനന്തനെ മെഡിക്കൽ ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ പുറകെ മിഥിലയ്ക്കും പോകേണ്ടി വന്നു. സ്കൂട്ടിയിൽ പോകുമ്പോഴും അനുസരണയില്ലാതെ ഒഴുകുന്ന കണ്ണുനീർ ഒരാശ്വാസം പോലെ തോന്നി. ചിരിക്കുന്ന അനന്തന്റെ മുഖം ഓർമ്മയിൽ വന്നതും മനസ്സ് വീണ്ടും പിടിവാശി കാണിച്ചു. എന്തു വന്നാലും അനന്തനെ വിട്ടുകൊടുക്കില്ലെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. ഭദ്ര വീട്ടിലെത്തിയെങ്കിലും മേലയിടത്തേക്ക് പോവാൻ അവൾ കൂട്ടാക്കിയില്ല. അവിടേക്ക് അനന്തന്റെ കൈപിടിച്ചു കയറണമെന്ന് അവൾ നിർബന്ധം പിടിച്ചു. അതുകൊണ്ട് സത്യയുടെ വീട്ടിൽ തന്നെയാണ് ഭദ്ര നിന്നത്. അവൾ വസ്ത്രം മാറുമ്പോൾ കണ്ണാടിയിലെ അവളുടെ പ്രതിബിംബത്തിലേക്ക് നോക്കി. നെറ്റിയിലെ സിന്ദൂരവും കഴുത്തിലെ താലിയും. സന്തോഷം കൊണ്ട് ഒന്നിനും പറ്റാത്ത അവസ്ഥ. നൂലിൽ താലി കോർത്തിരിക്കുകയാണ്. അവൾ ആ താലിയിൽ പിടിച്ച് ചുംബിച്ചു. അനന്തനെ അമ്പലത്തിൽ കണ്ട രംഗങ്ങൾ അവൾക്ക് ഓർമ്മ വന്നു. അതിനൊപ്പം ചുണ്ടിൽ മധുരമുള്ളൊരു പുഞ്ചിരിയും പിരിഞ്ഞു. ഭദ്രേ, കഴിക്കാൻ വാ. സത്യയുടെ വിളിയാണ് അവളെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. അവൾ ഡ്രസ് മാറി ഹാളിലേക്ക് വരുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. സത്യയും ശങ്കരനും ഭാര്യ വിലാസിനിയും വിഷ്ണുവുമെല്ലാം. ഭദ്ര എല്ലാവരെയും നോക്കി പുഞ്ചിരിയോടെ നിന്നു. മോള് കഴിക്കുന്നില്ലേ? ഇപ്പോൾ വേണ്ട. കഴിക്കാൻ തോന്നില്ല. സത്യ ആക്കി പറഞ്ഞതും എല്ലാവരും ചിരിച്ചു. ഭദ്ര തലതാഴ്ത്തി നിന്നു. എന്നാലും അനന്തേട്ടൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. വിഷ്ണുവാണ്. അവൻ്റെ കണ്ണുകളിൽ ഇപ്പോഴും അത്ഭുതം കാണാം. ആ എസ് ഐയോട് ഞാനും രവിയും കുറെ പറഞ്ഞു നോക്കി. ഹോസ്പിറ്റൽ പോകുന്ന വഴി തന്നെയല്ലേ, ഒന്ന് വലത്തോട്ട് തിരിച്ചാൽ മതിയെന്നൊക്കെ രവി പറഞ്ഞു. എന്നാലും പ്രതീക്ഷയില്ലായിരുന്നു. ജീപ്പ് വലത്തോട്ട് തിരിച്ചപ്പോൾ അനന്തന്റെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നെന്നാ രവി പറഞ്ഞ്. അത്രയും സന്തോഷമായിരുന്നു അവൻ്റെ മുഖത്ത്. പാവം എൻ്റെ കുഞ്ഞ്. ശങ്കരൻ തോളിൽ കിടന്ന് തോർത്തെടുത്ത് കണ്ണീർ തുടച്ചതും വിലാസിനി അയാളുടെ തോളിൽ കൈവച്ചു. എല്ലാവരുടെയും മുഖം പെട്ടെന്ന് മ്ലാനമായി. ആ ദേവമാഷ് ചന്ദനം ചാർത്തുമ്പോഴേക്കും അനന്തൻ ഭദ്രയ്ക്ക് ചന്ദനം ചാർത്തി.
ഓ എല്ലാവരുടെ മുഖം അപ്പോൾ കാണണമായിരുന്നു. വിഷ്ണു ഓർത്തെടുത്ത് പറയുന്ന കേട്ട് ഭദ്രയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വന്നു. ബാക്കി കൂടെ കേൾക്കാൻ അവൾ ചെവി കൂർപ്പിച്ചു. ആ ദേവ് തടസ്സമൊന്നും നിൽക്കാത്തതും ഭാഗ്യമായി. എന്നാലും എൻ്റെ അനന്തൻ. ഓ അച്ഛൻ പേടിക്കേണ്ട, സർട്ടിഫിക്കറ്റ് വേഗം നമുക്ക് ശരിയാക്കാം. പിന്നെ സാക്ഷിയൊക്കെ ഉണ്ടല്ലോ. എന്തായാലും അനന്തേട്ടന് എതിരെ ആരും ഒന്നും പറയില്ല. അനന്തേട്ടനെ നമുക്ക് വേഗം പുറത്തിറക്കാം, വിഷ്ണു പറഞ്ഞു. രവി കോടതിയിൽ കൊണ്ടുപോയ ശേഷം വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു. ശങ്കരൻ തൻ്റെ ഫോൺ എടുത്ത് നോക്കി. വിളിക്കും, അച്ഛൻ പേടിക്കാതിരിക്കി. വിഷ്ണു അതും പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. എല്ലാവരും മറ്റ് സംസാരങ്ങളിൽ തിരക്കായപ്പോൾ ഭദ്രയും വിഷ്ണുവിന് പുറകെ ചെന്നു. അടുക്കളയിൽ നിന്ന് എന്തോ എടുത്തിട്ട് അലക്കുകല്ലിലിരുന്ന് ഫോൺ നോക്കി തിന്നുകയാണവൻ. ഭദ്രയെ കണ്ടതും അവൻ അരികിലേക്ക് വിളിച്ചു. അവൾ എടുത്തെത്തിയതും ഫോൺ അവൾക്ക് നേരെ നീട്ടി. അവളുടെ കണ്ണുകൾ വികസിച്ചു. കണ്ണടച്ച് നിൽക്കുന്ന തനിക്ക് താലി ചാർത്തുന്ന അനന്തേട്ടൻ തന്നെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്. ഭദ്ര എല്ലാ ഫോട്ടോസും തിളങ്ങുന്ന കണ്ണുകളോടെ നോക്കി. എല്ലാം നോക്കിക്കഴിഞ്ഞതും അവൾ അവന് നേരെ ഫോൺ നീട്ടി. ഭദ്രയുടെ ഫോൺ കൊണ്ടുവാ, ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്യാം. ഞാൻ ഫോൺ വാങ്ങിയില്ല വിഷ്ണു. ബെസ്റ്റ്. ഇനി കെട്ടിയവൻ വരുമ്പോൾ വാങ്ങിത്തരാൻ പറ. അവനൊന്ന് ചിരിച്ചു. ഭദ്ര പുഞ്ചിരിയോടെ മുഖം താഴ്ത്തി. ശരിക്കും എന്താ വിഷ്ണു നടന്നത്? നിങ്ങളുടെ കാര്യങ്ങൾ അറിയാവുന്ന എല്ലാവരിലും നല്ല ടെൻഷനുണ്ടായിരുന്നു. ദേവമാഷ ചന്ദനം തൊടാൻ കൈ നീട്ടുമ്പോഴേക്കും ആനന്ദേട്ടൻ വിലങ്ങ് വെച്ച കൈകൊണ്ട് ദേവമാഷിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് മറ്റേ കൈകൊണ്ട് നിനക്ക് ചന്ദനം ചാർത്തി. പിന്നെ താലിയും സിന്ദൂരവും. എല്ലാവരുടെ മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ ദേവമാഷ് ഒന്നും മിണ്ടാതെ ഇറങ്ങി നിന്നു. കെട്ടിന് വേണ്ടി മാത്രമാ വിലങ്ങഴിച്ചത്. ഏട്ടനെ കണ്ടപ്പോൾ എല്ലാവരും സന്തോഷം കൊണ്ട് മിണ്ടാതെ നിന്നു. നിന്റെ ഏട്ടനൊക്കെ എന്തോ പറയാൻ വന്നതാ. പിന്നെ രവി സാർ കടുപ്പിച്ചു നോക്കിയതും നിന്റെ ഏട്ടനും അച്ഛനും മിണ്ടിയില്ല. വിഷ്ണു പറയുന്ന കേട്ട് ഭദ്ര ചിരിച്ചു. ആനന്ദേട്ടനെ എന്തിനാ പോലീസ് പിടിച്ച്? ബെസ്റ്റ്. അപ്പം നിന്നോട് ആരും ഒന്നും പറഞ്ഞില്ലേ? ഇല്ലെന്ന് ഭദ്ര തലയാട്ടി. ഇന്നലെ കവലയിൽ വെച്ച് ആനന്ദേട്ടൻ മനോജ് മാഷിൻ്റെ 2 കൈ ഓടിച്ചു. ഭദ്രയുടെ മുഖം മങ്ങി. ആനന്ദേട്ടൻ തന്നെ തെറ്റിദ്ധരിച്ചെന്ന് കരുതിയതാണ്. പക്ഷേ അവളവനെ ഓർത്തുകൊണ്ട് ഉള്ളിലേക്ക് നടന്നു. അവളുടെ പോക്ക് കണ്ട് വിഷ്ണു സമാധാനത്തോടെ ചിരിച്ചു. ഭദ്ര നേരെ ഹാളിലേക്ക് ചെന്നു. ശങ്കരനെ അവിടെ ഒന്നും കണ്ടില്ല. അവൾ പുറത്തേക്കിറങ്ങി. ശങ്കരൻ അവിടെ നിന്ന് ഫോണിൽ എന്തോ പറയുന്നുണ്ട്. ഭദ്ര മിണ്ടാതെ അവിടെ തന്നെ നിന്നു. ശങ്കരൻ ഫോൺ കട്ടാക്കി തിരിഞ്ഞതും അവളെ കണ്ട് ചിരിക്കാൻ ശ്രമിച്ചു. രവി സാറ് വിളിച്ചോ? അവളുടെ ആ ചോദ്യത്തിൽ ഭയവും ആകാംക്ഷയും നിറഞ്ഞിരുന്നു. ഒരാഴ്ച സമയം തന്നിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ. അതിനുള്ളിൽ ഹാജരാക്കിയില്ലെങ്കിൽ റിമാൻഡ് ചെയ്യും. അപ്പോൾ ഈ ആഴ്ച ജയിലിൽ തന്നെ. ഞാൻ വേഗം ടൗണിലേക്ക് പോവട്ടെ. സർട്ടിഫിക്കറ്റൊക്കെ വേഗം ശരിയാക്കണം. സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നോർമൽ അല്ലെന്ന് തെളിയിക്കുന്നത്. അതിന് അനന്തേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, പിന്നെ അവൻ ചെറുപ്പത്തിൽ ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട്. എല്ലാം പെട്ടെന്ന് ശരിയാവില്ലേ? അവളുടെ കണ്ണുകളിലെ പിടിച്ചിൽ ശങ്കരൻ കണ്ടു. അയാൾ അകത്തേക്ക് കയറി. ഭദ്ര അവിടെ തന്നെ നിന്നുകൊണ്ട് മേലെടുത്ത് ബാൽക്കണിയിലേക്ക് നോക്കി. അവിടെ സോപാനത്തിലിരുന്ന് തന്നെ നോക്കുന്ന ആനന്ദനെ അവൾക്ക് ഓർമ്മ വന്നു. അവളുടെ ചുണ്ടിൽ വേദനയോടെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഭദ്രയുടെ ജാതകം സാരിയുടെ മറയിൽ ഒതുക്കിപ്പിടിച്ച് രാഗിണി കണിയാൻ്റെ അടുത്തേക്ക് ഓടി. ആരും കാണാതെയാണ് വന്നത്. രാവിലെ പ്രാതൽ കഴിഞ്ഞ് ഉമ്മറത്തിരിക്കുവായിരുന്ന നാരായണൻ രാഗിണിയെ കണ്ട് സംശയത്തോടെ എഴുന്നേറ്റു. കുട്ടിയുടെ കല്യാണം കഴിഞ്ഞില്ലേ രാഗിണി? കണിയാൻ വളരെ ഗൗരവത്തോടുകൂടി പറഞ്ഞു. ഉവ്വ, അതാ ഞാൻ ഇങ്ങോട്ട് ഓടിക്കൊണ്ടു വന്നത്. 24 വയസ്സിനിടയ്ക്ക് അവൾക്ക് വിവാഹം പാടില്ലെന്നല്ലേ? രാഗിണി പറയുന്നതിനൊപ്പം ജാതകം നീട്ടി. അതെ. അയാൾ ജാതകം വാങ്ങി വായിച്ചു. ഭയത്തോടെ നിൽക്കുന്ന രാഗിണിയെ നോക്കി. അന്ന് പറഞ്ഞത് തന്നെയാ ഇന്നും ഞാൻ പറയുന്നുള്ളൂ. ജാതകത്തിൽ ഒന്നും മാറിയിട്ടില്ല. ഭദ്രയ്ക്ക് ദുരിതങ്ങൾ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ താങ്ങുന്ന കൈകൾ പോലും അവൾ നിരസിക്കും. ഇനിയും അവൾക്ക് അപമാനങ്ങൾ നേരിടേണ്ടി വരും. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല. എല്ലാം സഹിക്കാനുള്ള ശക്തി അവൾക്ക് ഈശ്വരൻ കൊടുക്കും. കണിയാൻ പറഞ്ഞത് കേട്ട് രാഗിണിയുടെ കണ്ണുകൾ നിറഞ്ഞു. പ്രതിവിധി? ഇതിന് പ്രതിവിധി ഒന്നുമില്ല രാഗിണി. നടക്കാനുള്ളത് ആരെക്കൊണ്ട് തടുക്കാൻ കഴിയില്ല. അയാൾ ജാതകം തിരികെ കൊടുത്തു. രാഗിണി ദക്ഷിണ നീട്ടിയെങ്കിലും അയാൾ അത് നിരസിച്ചു. ജാതകം നെഞ്ചോടടുക്കി നടക്കുമ്പോൾ രാഗിണിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ജാതകം പിടിച്ചുകൊണ്ട് രാഗിണി വീണ്ടും തിരിഞ്ഞ് കണിയാൻ്റെ അടുത്തേക്ക് ഓടി. എന്താ രാഗിണി? കണിയാൻ വേഗം എഴുന്നേറ്റു. എൻ്റെ മോളുടെ ഈ ദോഷങ്ങൾ എന്ന് തീരും? രാഗിണി ചോദിച്ചു. അതിന് കണിയാൻ ഒന്ന് ചിരിച്ചു. അവൾക്ക് ദോഷം തുടങ്ങുന്നതും മാറുന്നതും അവർക്കിടയിൽ ഒരാൾ കൂടെ വരുമ്പോഴാ. അതാരാ? കണിയാൻ ഉറക്കെ ചിരിച്ചു. അതൊക്കെ പിന്നീട് മനസ്സിലാവും രാഗിണി. രാഗിണി ഓരോന്നാലോചിച്ച് വേഗം മംഗലത്തേക്ക് നടന്നു. വേണു അന്വേഷിക്കുന്നതിന് മുമ്പ് എത്തണം. രാത്രി ഭദ്രയ്ക്ക് ഉറക്കം വന്നില്ല. സർട്ടിഫിക്കറ്റ് കിട്ടാൻ 2 ദിവസം കൂടി എടുക്കുമെന്ന് പറഞ്ഞു. ശങ്കരൻ വിളിച്ചു. അതോടുകൂടി ഉറക്കവും പോയി. ഭദ്ര പുറത്തേക്കിറങ്ങി മുറ്റത്ത് നിന്ന് മേലേടത്തെ ബാൽക്കണിയിലേക്ക് നോക്കി. അവിടെ നിന്ന് അനന്തൻ അവളെ പ്രണയത്തോടെ നോക്കുന്ന പോലെ തോന്നി അവൾക്ക്.
അവളുടെ വിവാഹം കഴിഞ്ഞത് അവൾ ഓർത്തില്ല. പറയാത്ത കണ്ണുകൾ കൊണ്ട് പ്രണയം പകർന്ന കാമുകം മാത്രമായിരുന്നു അവൾക്ക് അവനപ്പോൾ. കുറച്ചു നേരം അവൾ അങ്ങനെ തന്നെ നിന്നു. രാത്രിയുടെ യാമത്തിൽ മൂങ്ങിയുടെ മൂളലിൽ അവൾ ഒന്ന് ഞെട്ടി. മേലെടുത്ത് ഇരുട്ടാണ്. ഗേറ്റിലെ ലൈറ്റ് മാത്രം കത്തുന്നുണ്ട്. അവൾ ബാൽക്കണിയിലേക്ക് നോക്കി. ഇല്ല, അവിടെ ആരും തന്നെ ഇല്ല. ഭദ്ര തിരിഞ്ഞു നടന്നു. അനന്തൻ ഇപ്പോൾ തൻ്റെ ഭർത്താവാണ്. തൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ഭദ്രയുടെ ഒരേ ഒരു അവകാശി. ഭദ്ര ഉള്ളിലേക്ക് കയറി. റൂമിൽ എത്തിയിട്ടും അവൾക്ക് കിടക്കാൻ തോന്നിയില്ല. അനന്തനെ കുറിച്ചുള്ള ചിന്തകളിൽ ഉറക്കം വന്ന് കണ്ണോളെ തഴുകുമ്പോൾ പാതിര കഴിഞ്ഞിരുന്നു. ഭദ്ര രാവിലെ സത്യം വിളിച്ചില്ല. അവളുടെ അവസ്ഥ മറ്റാരെക്കാളും നന്നായി സത്യക്കറിയാം. ഭദ്ര ഉറക്കം ഉണരുമ്പോൾ സമയം 11 കഴിഞ്ഞിരുന്നു. അവൾ എഴുന്നേറ്റ് സമയം നോക്കിയത് ഞെട്ടി. ഇന്ന് എന്തായാലും സ്കൂളിൽ പോവാൻ പറ്റില്ല. എഴുന്നേറ്റ് കുളിച്ച് സാരി മാറുമ്പോൾ കഴുത്തിലെ താലിയിലും ചെറിയ നനവ് ഉണ്ടായിരുന്നു. ഭദ്ര പുഞ്ചിരിയോടെയും അഭിമാനത്തോടെയും കഴുത്തിലെ താലിയെ നോക്കി. നെറ്റിയിൽ സിന്ദൂരം തൊടുമ്പോൾ അവളുടെ മുഖം പതിവിൽ കൂടുതൽ തിളങ്ങി. ഉച്ച കഴിഞ്ഞിരുന്നു. അനന്തനെ ശങ്കരൻ കാണാൻ കയറുമ്പോൾ ശങ്കരനെ കണ്ടതും ചുമരി ചാരി ഇരുന്ന അവൻ എഴുന്നേറ്റു. ജയിലഴികളിൽ പിടിച്ചു അവൻ ചുമരി ചാരി നിന്നു. എന്തോ ശങ്കരന്റെ മുഖത്തിന് നേരെ നോക്കാൻ അവന് കഴിയുന്നില്ല. എന്തായി മാമി? നിലത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. അത് ശരിയാവില്ല മോനെ. എന്തായാലും ഉടനെ ഇറക്കാമെന്ന് വക്കീൽ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഭദ്ര സത്യയുടെ കൂടെയുണ്ട്. ആകെ വിഷമത്തില. നിന്റെ കൂടെ മേലെടുത്തേക്ക് കയറൂ എന്ന ആള് പറയുന്നേ. ആനന്ദൻ ഒന്ന് ചിരിച്ചു. വാശിയാണോ? വാശിയില്ലാതിരിക്കോ? ആരുടെ ഭാര്യ? ശങ്കരൻ പറഞ്ഞതിനും അനന്തൻ ചിരിച്ചു. അവളോട് തൽക്കാലം ഒന്നും പറയാൻ നിൽക്കണ്ട. നിനക്ക് ഭക്ഷണമൊക്കെ അതൊക്കെ സമയത്തിന് കിട്ടുന്നുണ്ട്. മാമ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. മറ്റന്നാൾ എന്നെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ്. എന്താ മോനെ? ആനന്ദൻ ചുറ്റും നോക്കിക്കൊണ്ട് ശങ്കരനെ അടുത്തേക്ക് വിളിച്ചു. ശങ്കരൻ ഒന്നൂടെ ജയിലഴികളിലേക്ക് ചേർന്ന് നിന്ന് കാതു കൂർപ്പിച്ചു. അന്ന് രാത്രിയും വിരസത തന്നെ. ആനന്ദൻ വേഗം ഇറങ്ങുമെന്ന പ്രതീക്ഷയിൽ ഭദ്ര ആനന്ദനെ സ്വപ്നം കണ്ടുറങ്ങി. പിറ്റേന്ന് സ്കൂളിൽ പോകാൻ അവൾ നേരത്തെ തന്നെ എഴുന്നേറ്റിരുന്നു. സ്കൂളിലേക്ക് പോകുമ്പോഴും ദേവമാഷിനെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് അവൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. രജിസ്റ്ററിൽ സൈൻ ചെയ്യുമ്പോഴും ശോഭന ടീച്ചർ മര്യാദയോടെ എഴുന്നേറ്റ് നിന്നു. ടീച്ചർ. റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശോഭന ടീച്ചർ വിളിക്കുന്ന കേട്ട് ഭദ്ര തിരിഞ്ഞു. എന്താ ടീച്ചറെ? അത് ഞാൻ അറിയാതെ പറഞ്ഞതാ. എന്നോട് ക്ഷമിക്കണം. എന്ത്? അത് ടീച്ചർ കാരണം സ്കൂളിൻ്റെ പേര് പോവരുതെന്ന്. എനിക്കറിയാതെ. ശോഭന നിന്ന് വിൽക്കുന്ന കണ്ട് ഭദ്രയ്ക്ക് ചിരി വന്നു. അതൊക്കെ ഞാൻ അപ്പോഴേ മറന്നു. ഭദ്ര പുറത്തേക്ക് ഇറങ്ങി. വരാന്തയിലൂടെ നടക്കുമ്പോൾ ഇന്നലെ വരെ പുച്ഛിച്ച മുഖങ്ങളിൽ ഒരു ചെറിയ ഭയം ഭദ്ര കണ്ടു. പതർച്ചയോടുകൂടി ചിരിക്കുന്ന മുഖങ്ങൾ. ഭദ്ര ചെറുതായി എല്ലാം ആസ്വദിച്ചു. ചിരിച്ചു നിൽക്കുന്ന ലളിത ടീച്ചറെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ലളിത ടീച്ചർ തിരിച്ചു. എനിക്ക് മുമ്പേ ഒരു സംശയമുണ്ടായിരുന്നു. ഭദ്ര മുഖം താഴ്ത്തി. എന്നാ അനന്തൻ ഇറങ്ങുന്നേ? അറിയില്ല ടീച്ചറെ. അവളുടെ മുഖം പെട്ടെന്ന് മങ്ങി. ഇന്നലെ ലീവ് ആയിരുന്നല്ലേ? അത് ഇന്നലെ നല്ല തലവേദന. ഉറങ്ങാൻ വൈകിയെന്ന് പറഞ്ഞാൽ പിന്നെ അത് മതി. ടീച്ചർ പുഞ്ചിരിയോടെ തലയാട്ടി. ഭദ്ര ക്ലാസ്സിലേക്ക് നടന്നു. ലാസ്റ്റാണ് തൻ്റെ ക്ലാസ്. അവിടെ എത്തുന്നതിന് മുമ്പുള്ള ക്ലാസ്സിൽ നിന്നും ദേവമാഷ് ഉച്ചത്തിൽ പഠിപ്പിക്കുന്നത് കേൾക്കാം. ഭദ്ര ക്ലാസ് കടന്നു പോകുമ്പോൾ നോക്കി. എന്നാൽ ദേവമാഷ് പഠിപ്പിക്കുന്ന തിരക്കിൽ കണ്ടില്ല. ക്ലാസ്സിൽ ചെന്നപ്പോൾ കുട്ടികൾ പറയുന്ന കേട്ട് ഭദ്രയുടെ കിളിപോയി. ആനന്ദേട്ടനും ഭദ്ര ടീച്ചറും ലവ് ആയിരുന്നല്ലേ? ഭദ്രയ്ക്ക് ചിരി വന്നു. അവൾ വേഗം രജിസ്റ്റർ ബുക്ക് എടുത്തു. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ദേവമാഷ് പുറത്തു നിൽപ്പുണ്ടായിരുന്നു. അവൾ പുഞ്ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. എല്ലാം ഭദ്രയുടെ ആഗ്രഹം പോലെ നടന്നില്ലേ? നന്നായി. ദേവ് പുഞ്ചിരിച്ചു. ആനന്ദൻ കെട്ടിയ താലിയും സിന്ദൂരവും അണിഞ്ഞ അവളെ അവൻ ദേഷ്യത്തോടെ നോക്കി. മാഷിനോട് ഞാൻ എങ്ങനെയാ നന്ദി പറയാ? എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. എന്നോട് ക്ഷമിക്കില്ലേ മാഷേ? അതിന് ഭദ്ര തെറ്റൊന്നും ചെയ്തില്ലല്ലോ. എന്നാലും മാഷിൻ്റെ അവസ്ഥ. എനിക്ക് കുഴപ്പമില്ല ടീച്ചറെ. പക്ഷേ അമ്മ പാവം. ഞാൻ വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞ് പെട്ടെന്ന് എൻ്റെ വിവാഹമാണെന്ന് കേട്ടപ്പോൾ ആൾ ഒരുപാട് സന്തോഷിച്ചു. നടന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് വയ്യാതായി. അയ്യോ. എന്നിട്ട്? കുഴപ്പമില്ല. ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വകയിലെ ഒരു അമ്മായിയെ നിർത്തിയിട്ടാ ഞാൻ വന്നത്. ഭദ്രയ്ക്ക് വല്ലാതെ വിഷമമായി. അവളുടെ മങ്ങിയ മുഖം താഴ്ന്നത് കണ്ട് ദേവ് പുഞ്ചിരിച്ചു. ഭദ്ര നോക്കുമ്പോൾ അവൻ വീണ്ടും സങ്കടം നടിച്ചു. എല്ലാം ഞാൻ കാരണമാണല്ലേ? ഏയ്, അങ്ങനെയൊന്നുമല്ല. ടീച്ചർ വിഷമിക്കേണ്ട. പക്ഷേ എനിക്ക് ലോകത്ത് ആകെയുള്ളത് എൻ്റെ അമ്മയാ. ആ അമ്മയും കൂടി നഷ്ടപ്പെട്ടാൽ ഞാൻ. ബാക്കി പറയാതെ ദേവമാഷ് വേഗം നടന്നു. ഭദ്ര ആകെ സങ്കടത്തിലായി. എല്ലാത്തിനും കാരണം താനാണെന്ന് അവൾ കരുതി. ദേവമാഷിൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ അവളുടെ മനസ്സിൽ പിടഞ്ഞു. ദേവ് അതിൽ പിന്നെ ഭദ്രയോട് പഴയ പോലെ തന്നെ മിണ്ടി. ഭദ്ര കരുതി ദേവ് അകലം കാണിക്കുമെന്ന്. പക്ഷെ അവൻ പഴയ പോലെ പെരുമാറുന്നത് ദേവിന് അത്ര നല്ല മനസ്സായതുകൊണ്ടാണെന്ന് അവൾ വിശ്വസിച്ചു. ആ ദിവസവും അങ്ങനെ തന്നെ കഴിഞ്ഞുപോയി. ആനന്ദൻ പറഞ്ഞേൽപ്പിച്ച പോലെ ശങ്കരൻ എല്ലാം ചെയ്തു.
പിറ്റേന്ന് അനന്തനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ താൻ വണ്ടിയിൽ നിന്ന് വീണതാണെന്നും തന്നെ ആരും തല്ലിയിട്ടില്ലെന്നും മനോജ് പറഞ്ഞു. കവലയിൽ അന്നുണ്ടായവരെല്ലാവരും അങ്ങനെ തന്നെ മൊഴി കൊടുത്തു. പിന്നെ എന്തിനാ നിരപരാധിയെ പിടിച്ചതെന്ന് പോലീസിനോട് ജഡ്ജി കയർത്തു. കോടതിയിൽ നിന്ന് വെറുതെ വിട്ട അനന്തൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവനെ കാത്ത് എസ്.ഐ വിമൽ നിൽപ്പുണ്ടായിരുന്നു. അനന്തൻ വിമലിന്റെ അടുത്തേക്ക് നടന്നു. മനോജ് മൊഴിമാറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഇടയിൽ നീ കളിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ നാട്ടുകാർ മൊത്തം നിനക്ക് അനുകൂലമായി പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. പിന്നെ രവി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് മേലെടുത്ത അനന്തൻ നാട്ടുകാർക്ക് ആരാണെന്ന്. ഗുഡ്. തൻ്റെ ഉള്ളിൽ ഇത്ര നല്ല മനുഷ്യനുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. വിമൽ അനന്തന് നേരെ കൈനീട്ടി. അനന്തന് ചിരിയോടെ കൈനീട്ടി വിമലിന്റെ കയ്യിൽ പിടിച്ചു. സാറിനോട് എനിക്ക് നന്ദിയുണ്ട്. വർഷങ്ങളായി ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ കൂടെ നിന്നതിന്. ഞാൻ ആർക്ക് മുമ്പിലും കൈകൂപ്പിയിട്ടില്ല. എൻ്റെ അമ്മയുടെ ഫോട്ടോയിലല്ലാതെ. ആദ്യമായി അനന്തൻ ഒരാൾക്ക് നേരെ കൈകൂപ്പുകയാണ്. അനന്തൻ കൈകൂപ്പി വേഗം അവിടുന്ന് നടന്നു നീങ്ങി. മുറ്റത്ത് ശങ്കരനും ഡ്രൈവറും വിഷ്ണുവും ഉണ്ടായിരുന്നു. അനന്തനെ കണ്ടതും ശങ്കരൻ ഓടി വന്ന് പുണർന്നു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അനന്തൻ ചിരിയോടെ പുണർന്നെങ്കിലും നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതെ തുടച്ചു. വിഷ്ണു ശങ്കരനെ കളിയാക്കുന്നുണ്ടായിരുന്നു. ഡ്രൈവറും കൈമുട്ടുകൊണ്ട് കണ്ണ് തുടച്ച് കാറിൽ കയറി. വീട്ടിലേക്കല്ലേ അനന്തേട്ടാ? അല്ല. അനന്തൻ പറയുന്നത് കേട്ട് ഡ്രൈവർ തിരിഞ്ഞു നോക്കുമ്പോൾ ശങ്കരൻ കണ്ണ് രണ്ടും അടച്ചു കാണിച്ചു. ഭദ്രയ്ക്ക് ഞാൻ വരുന്നത് അറിയോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഭദ്രയ്ക്ക് നല്ല സന്തോഷമാവും. വിഷ്ണു പറഞ്ഞു. ഡാ ചേച്ചിയെന്ന് വിളിക്കടാ. ഓ. അനന്തൻ ഒന്ന് ചിരിച്ചു. ഞാൻ ഇവിടെ ഇറങ്ങാം, നീ ഇവരെ വീട്ടിലാക്കിയേച്ചു വാ. അനന്തൻ ഡോർ തുറന്ന് ഇറങ്ങി. വിഷ്ണു തല പുറത്തേക്കിട്ട് നോക്കി. നഗരത്തിലെ പ്രശസ്തമായ ബാറാണ്. അനന്തൻ ഉള്ളിലേക്ക് കയറി. ഒരുവിധം തിരക്കുണ്ട്. എല്ലാ മേശയ്ക്ക് ചുറ്റും ആൾക്കാരുണ്ട്. അനന്തൻ ഇടതുഭാഗത്തുള്ള മേശയ്ക്ക് നേരെ നടന്നു. അനന്തനെ കണ്ടതും ഇരുന്ന ഒരാൾ എഴുന്നേറ്റു. അനന്തൻ ചെയറിലിരുന്ന് മദ്യം ഗ്ലാസ്സിലേക്ക് പകർത്തി കുടിച്ചു. പറ, ശരിക്കും എന്താ ഉണ്ടായത്? അനന്തൻ അവൻ ചോദിക്കുന്ന കേട്ട് ഒപ്പം ഇരുന്നവർ അവരുടെ നടുക്കിരിക്കുന്ന മനോജിനെ നോക്കി. പറഞ്ഞു കൊടുക്കടാ. അവരിൽ ഒരാൾ ഉച്ചത്തിൽ പറഞ്ഞതും മനോജ് ഭയന്നു. അത് ഞാൻ. അല്പം ഭയന്നിട്ടും വിക്കിക്കൊണ്ട് മനോജ് ഉണ്ടായത് മൊത്തം പറഞ്ഞു. എല്ലാം കേട്ടതും അനന്തൻ കൈകൾ കൂട്ടിപ്പിടിച്ചു. ഭദ്ര എന്തെങ്കിലും ചെയ്താൽ ഞാൻ അവളെ വിട്ടു പോകുമെന്ന് നീ കരുതിയോ? ഭദ്ര ആട്ടിപ്പായിച്ചാലും അനന്തൻ അവളെ വിട്ടുപോയില്ല. ശരീരത്തെക്കാളും മനസ്സ് ശുദ്ധമാവണമെന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ. അഥവാ നീ കാരണം അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിന്നെ കൊന്നിട്ടേ അവളെ പിന്നെ ഞാൻ കാണുള്ളൂ. നിന്റെ ശവം അവൾക്ക് ഞാൻ സമ്മാനമായി കൊടുത്തിട്ട്. അനന്തൻ പറഞ്ഞു. മനോജ് ഉമിനീരിറക്കി. എനിക്ക് തെറ്റ് പറ്റിപ്പോയി. ഞാൻ ഇനി ഒരിക്കലും വരില്ല. ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയിക്കോളാം. മനോജ് ഒടിഞ്ഞ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. പൊക്കോ. ആനന്ദൻ സിഗരറ്റ് ചുണ്ടത്ത് വെച്ചതും അതിലൊരാൾ അതിലേക്ക് തീ പകർന്നു. മനോജ് ഭയത്തോടെ ചുറ്റും നോക്കി. നീ പേടിക്കേണ്ട, ഇവരിനി ഒന്നും ചെയ്യില്ല. ഇതൊക്കെ എൻ്റെ മംഗലാപുരത്തുള്ള ഫ്രണ്ട്സാ, ആനന്ദൻ പുകയൂതിക്കൊണ്ട് പറഞ്ഞു. മനോജ് ഭയത്തോടെ തലയാട്ടി എഴുന്നേറ്റു. വേഗം പുറത്തേക്കോടി. എന്നാ നിങ്ങൾ വിട്ടു. മാമയെ വിളിച്ചാൽ മതി. ആനന്ദൻ എഴുന്നേറ്റു. അവൻ പുറത്തിറങ്ങുമ്പോൾ ഡ്രൈവർ കാറുമായി എത്തിയിരുന്നു. എങ്ങോട്ടാ അനന്തേട്ടാ? പറയാം. അവൻ കാറിൽ കയറി ഡോറടച്ചു.